എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ബോഡിയിൽ നമുക്ക് ചിലരുടെ അടുത്ത് പറയാറുണ്ട്, ഈ കഴുത്തിൻ്റെ ഇവിടെ എനിക്കും വരാറുണ്ട്, PCODയുടെ സംബന്ധിച്ചിട്ട് കൂടുതലായിട്ടുള്ള മെയിൻ അതിൻ്റെ ഒരു ലക്ഷണങ്ങളിലൊന്നാണ് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗങ്ങൾ വല്ലാണ്ട് കറുത്തിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ നമ്മുടെ പീരിയഡിൻ്റെ ടൈം അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു സമയത്തൊക്കെയാണ് കൂടുതൽ ഇവിടെ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അതായത് കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കറുപ്പ് വരുമ്പോൾ, അതുപോലെ കൈ മടക്കുകൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് അടിക്കുമ്പോൾ, അതേപോലെ ബോഡിയിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു എക്സ്ഫോളിയേഷൻ നമുക്ക് ഭയങ്കര റിസൾട്ട് കിട്ടുന്ന എക്സ്ഫോളിയേഷൻ കേട്ടോ. അതിപ്പം നല്ല റിസൾട്ടാണ്. നമുക്കിങ്ങനെ നമ്മുടെ കഴുത്തിലെ കറുപ്പൊക്കെ നന്നായിട്ട് മാറാനും ആഴ്ചയിൽ ഒരു തവണ മതി നമുക്കൊരു എക്സ്ഫോളിയേഷൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ള വീട്ടിലത്തെ 1-2 കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനും എളുപ്പത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ടൊന്ന് കളറ് കറുത്തല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ ചെയ്യുന്ന എളുപ്പം ഓടിപ്പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് കാണുന്നത്. വളരെ ഈസിയാണ്. ഞാൻ മുൻപ് എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. കാരണം എനിക്ക് നല്ല വർക്കിംഗ് ആയിട്ട് തോന്നിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് ഒരു ഗ്ലോയിങ്ങും അതേപോലെ നമ്മുടെ ആ ഒരു ടാനൊക്കെ ഇല്ലേ, നമ്മുടെ കറുത്ത ഒരു കളറിലുള്ള ഈ ഭാഗത്തൊക്കെ വരുന്ന ടാൻ, അതേപോലെ ഫേസിലേക്കല്ല കേട്ടോ, നമ്മുടെ ബോഡിയിലേക്കാണ്, മുട്ടുമ്മേ അതുപോലെ കൈയും കാലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണ ഒരു ഈസി ട്രിക്കാണ് നമ്മളിന്ന് കാണാൻ പോണേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, വലിയ ഇൻഗ്രീഡിയൻറ്റുകളോ പൗഡറുകളോ ഒന്നും വേണ്ട. ഞാനിവിടെ ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഇരുന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കണം. കാരണം പുറത്തത്തെ ലൈറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ മഴയൊന്നുമില്ല കാര്യമായിട്ട്. ഞാൻ നേരത്തെ എടുക്കാം കേട്ടോ, മഴ വരുന്നേക്കാളും പുറത്തിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം അതിൻ്റെ ആ ഒരു റിസൾട്ട് കാണാൻ. അപ്പം എൻ്റെ ഒരു കഴുത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പം എനിക്ക് കുറച്ച് കറുപ്പ് കൂടുതലാണ്, പിന്നെ കുറച്ച് അയണിൻ്റെയും അങ്ങനത്തെ കുറച്ച് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക്നെസ് ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ലേ, പക്ഷേ ഈ സൈഡിലുണ്ട് കേട്ടോ. ഓക്കെ, അതിങ്ങനെ അടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പം ഞാൻ ചെയ്യണത് എന്താ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുളിക്കുമ്പോഴാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ട് ഒരു ഭാഗത്തത് നെക്ക് മാത്രമായിട്ട് ഇപ്പോൾ കാണിക്കുകയാണ് കേട്ടോ. നമുക്കിതാ ഇതുമാതിരി ഒരു പാത്രം എടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ, ബദാം ഓയിൽ, ഒലീവ് ഓയിൽ, അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ എന്താ പറയുക, കയ്യിലുള്ളത്. വെളിച്ചെണ്ണ ആകുമ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ എള്ളെണ്ണയാണ് കുറച്ചും കൂടി നല്ല കേട്ടോ വെളിച്ചെണ്ണയെക്കാളും. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്കിൻ കെയർ ഓയിലാണ്, കാരണം ഇതാണ് തേച്ച് കുളിക്കാറ്. അപ്പോൾ പിന്നെ അതന്നെ എടുക്കാമല്ലോ, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, ഏകദേശം ഒരു 1-1.5 സ്പൂണിൻ്റെ അടുത്തേക്ക്. ഇതാ കാണാവോ, ഇതാണ് നമ്മുടെ സ്കിൻ കെയർ ഓയിൽ. ഓക്കെ, ഇതിലേക്ക് വേണ്ടത് ഒരു ലെമൺ ഇതാ, ലെമൺ ഇങ്ങനെ പിഴിഞ്ഞ് വയ്ക്കുക, കണ്ണിലേക്ക് തെറിക്കണേ, പിഴിഞ്ഞിങ്ങനെ ഒഴിക്കുക. ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് കാണിക്കാത്ത അത്ര അധികം വലിയ ഇൻഗ്രീഡിയൻ്റ് ഒന്നുമല്ല, അതാട്ടോ. ഒഴിച്ചതേ. ഓക്കെ, ഈ ലെമണിൻ്റെ ഈ ഒരു സംഭവമില്ലേ, തോട് നമുക്ക് നല്ല ആവശ്യം വരും. നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഉപ്പ്. അപ്പോൾ ഇന്ദുപ്പ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഉപ്പ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇന്ദുപ്പ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇന്ദുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാട്ടോ. നമ്മുടെ അങ്ങനെ ബോഡിയിലേക്കൊക്കെ സ്ക്രബിങ്ങിനാണെങ്കിലും അങ്ങനെ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇന്ദുപ്പ്. അപ്പോൾ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ സാധാ നമ്മുടെ വീട്ടിലത്തെ ഉപ്പും മതി. ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണ്ട, എന്താണെന്ന് വെച്ചാൽ മിക്സ് ചെയ്ത് അലിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ മൈക്ക് മാറ്റി വെക്കട്ടെ, കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ എണ്ണയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെക്കിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ നമുക്ക് ബോഡിയിൽ ഫുള്ളായിട്ട് ചെയ്യാം, ഫേസിൽ ചെയ്യരുത് കേട്ടോ. പിന്നെ ലെമൺ അലർജി ഉള്ളവർക്ക് ലെമൺ ഒഴിവാക്കാം, ഉപ്പും വെളിച്ചെണ്ണയും മാത്രം മതി. അപ്പോൾ നമുക്ക് ആ ഒരു തോടില്ലേ, ലെമണിൻ്റെ ആ ഒരു തൊലി, അതെടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രം ജസ്റ്റ് എണ്ണയിലൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ കൈ കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് അലിഞ്ഞു പോവും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രം മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാവിടെയും ആദ്യം ഈ നാരങ്ങയുടെ ആ തൊണ്ടിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എല്ലാവിടെയും ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് പതുക്കേനൊന്ന് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു എണ്ണയും അതേപോലെ ഉപ്പും ഒക്കെ അതുമേ ആവും. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ കൈ കൊണ്ട് തന്നെ അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കഴുത്തിലത്തെ വരകൾ, പിന്നെ ഓരോ വരയൊക്കെ ഇങ്ങനെ കറുത്ത്, ഇപ്പം നിങ്ങൾ എൻ്റെ കഴുത്തിൽ കണ്ടില്ല, ഇങ്ങനെ കറുത്തിട്ടുള്ള ചെറിയ പാട് മാതിരി, അപ്പം അതൊക്കെ മാറി കഴുത്തിൽ ഇങ്ങനെ ഒരു വര മാതിരി ഉണ്ടാവും. അതൊക്കെ നന്നായിട്ട് മാറും കേട്ടോ. ചുളിവുകളും ഒക്കെ മാറി നല്ലൊരു ഈവൻ ആവും നമ്മുടെ സ്കിൻ ടോൺ.
അപ്പോൾ ഞാൻ ഈ സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ആ ഒരു വരയും അതുപോലെ കുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ മാറിയിട്ട് ഡെഡ് സെല്ലാണ് അതൊക്കെ. ഡെഡ് സെൽസ് ആണ്. അതായത് ഇങ്ങനെ കറുത്തിട്ടുള്ള ഡോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് കുറയും. അപ്പോൾ ഈ സൈഡിൽ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ആ ഒരു ചെറിയ വരയാണ് കൂടുതൽ. എനിക്ക് PCOD ഒക്കെ കൂടുതൽ തടിയൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് വെക്കുകയും അങ്ങനെ ഭക്ഷണം ചില സമയത്ത് കൺട്രോൾ ചെയ്യാണ്ടൊക്കെ തടി എനിക്ക് ഇടയ്ക്ക് കൂടില്ല. അപ്പോഴേക്കാണ് വരിക. അപ്പോൾ ഏകദേശം നമുക്ക് ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ബാക്കി സ്ഥലങ്ങളൊക്കെ മസാജ് ചെയ്യുന്ന സമയം അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എന്നിട്ട് കടലപ്പൊടിയോ പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് വാഷ് ചെയ്യണം കേട്ടോ. കാരണം എന്നാലാണ് നമുക്ക് ആ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. കാരണം ആ ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബാത്ത് പൗഡർ വെച്ചിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ സോപ്പ് തീരെ നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കരുത്. എങ്കിലും ചിലർക്കത് നിർബന്ധമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ വെച്ച് വാഷ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പയറുപൊടി വെച്ചിട്ട് വാഷ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ബാത്ത് പൗഡർ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ പയറുപൊടിയാണ് വെച്ച് വാഷ് ചെയ്യണത്. കടലപ്പൊടിയോ പയറുപൊടിയോ എടുക്കാം കേട്ടോ, ഏതെങ്കിലും എടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് പയറുപൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ കഴുകി കളഞ്ഞാലും മതി. അങ്ങനെ നമ്മൾ ജസ്റ്റ് നമ്മൾ സാധാരണ നമ്മൾ ബാത്ത് പൗഡറൊക്കെ തേച്ച് കുളിക്കണ മാതിരി വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗത്ത്, അതായത് നമ്മുടെ നേരത്തെ നമ്മുടെ വെളിച്ചെണ്ണയും ഉപ്പൊക്കെ അപ്ലൈ ചെയ്ത ഭാഗത്ത് ഇത് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ പ്രാവശ്യം ചെയ്താൽ നമുക്ക് ഭയങ്കര എന്താ പറയുക റെഡ്നെസ്സും സ്കിന്നൊക്കെ പൊട്ടാനൊക്കെ സാധ്യതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു തവണ ചെയ്യാം. പിന്നെ കഴുത്തിൽ കുറേ അധികം കറുപ്പുണ്ടെങ്കിൽ നമുക്കൊരു 2 പ്രാവശ്യമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് മാതിരി നമുക്ക് വെള്ളം കൊണ്ട് കഴുകാം. അപ്പൊ നമ്മുടെ ആ ഒരു നെക്കിന്റെ ഒരു എന്താ പറയാ ചുളിവും അതേപോലെ നെക്കിലുള്ള ആ ഒരു അഴുക്കും അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ആ കളറും കറുപ്പ് കളറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയും. നമുക്ക് ഈ കഴുത്തിന്റെ അറ്റടി ഭാഗത്ത് വര മാതിരി ഉണ്ടാവും അങ്ങനെ. അപ്പൊ എനിക്ക് അങ്ങനെ പെട്ടെന്ന് വരും. അപ്പൊ അതൊക്കെ നന്നായിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് ഈക്വൽ ആക്കി കൊണ്ടുപോകാൻ പറ്റും അതിനൊക്കെ. അപ്പൊ ഇതാണ് നല്ലൊരു ഇതാട്ടോ, ആയുർവേദത്തിലൊക്കെ പറയുന്നതാണ്. ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും. അപ്പോൾ ലെമൺ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കറുപ്പ് കൂടുതലുള്ളവർക്കാണ് ലെമണിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുക്കുക. അപ്പൊ എന്റെ ബനിയൻ ആകെ മോശമായിട്ടിരിക്കണേ കേട്ടോ, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ, കാരണം ആകെ നനഞ്ഞിട്ടേ. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സൈഡിലത്തെ കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചൊന്ന് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ക്യാമറ. അപ്പൊ നമുക്ക് ആ ഒരു മുന്നെന്ന് പറഞ്ഞാല് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പുറത്ത് തന്നെ ഇരുന്ന് എടുത്തേ, പക്ഷെ ലൈറ്റ് കുറവായിരുന്നു. അതായിട്ട് അങ്ങനെ ഒരു കളർ കുറവ്. അല്ലാണ്ട് ഞാൻ ഇത് തേച്ചിട്ട് കളർ വെച്ചെന്നല്ല, ജസ്റ്റ് പറയുന്ന കഴുത്തിലെ കറുപ്പ് കുറഞ്ഞു. അതുപോലെ ആ ഒരു വരയും ചുളിവൊക്കെ ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് ഈവൻ ആയിട്ടുണ്ട്. ഇപ്പൊ ഇപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റും ചെറിയ ഡാർക്ക് കുത്തും കാര്യങ്ങളൊക്കെ. അപ്പൊ ആഴ്ചയിൽ ഒരു തവണ അത് ചെയ്താൽ മതി കേട്ടോ. ഭയങ്കര അപ്പോൾ ഇതാണ് നമ്മുടെ റെമഡി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണതാണ്. നമുക്ക് നമ്മുടെ കൈമയും കാലുമയും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ബോഡി ഫുള്ള് ഇതുപോലെ ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഒരു എന്താ പറയുക ബോഡി പോളിഷ് പോലെയൊക്കെ കൊടുക്കാം. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് നമ്മുടെ സ്കിന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ കെയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്ന് പതുക്കെ ബ്രൈറ്റ് ആവാനും അതേപോലെ നമ്മുടെ സ്കിന്നിലത്തെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആവും. പിന്നെ അതുപോലെ ടാനൊക്കെ റിമൂവ് ചെയ്യും. അപ്പോൾ ഈ കഴുത്തിലെ കറുപ്പിന് ഏറ്റവും നല്ല റെമഡി ആട്ടോ. ആയുർവേദത്തിൽ തന്നെ ഏറ്റവും നല്ല റെമഡിയാണ് കല്ലുപ്പ് അല്ലെങ്കിൽ ഇന്ദുപ്പ് അല്ലെങ്കിൽ പൊടിയുപ്പ്. ഇതിൽ ഏതെങ്കിലും ഉപ്പും ലെമൺ ജ്യൂസും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഭയങ്കര നല്ല ഇഫക്റ്റീവാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആവും, കണ്ടില്ലേ നെക്ക്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ കറുപ്പുണ്ട്. പിന്നെ എനിക്ക് അധികം അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായ സംഭവം മാറിയെന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ ആ ഒരു ഗ്ലോയിങ്ങും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ആ ഒരു ഈ ഭാഗത്തേക്കാളൊക്കെ നമുക്കൊരു എന്താ പറയുക സംഭവമൊക്കെ കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മതി കേട്ടോ, ഡെയിലി ഒന്നും ചെയ്യരുത്. കാരണം ഉപ്പൊക്കെ ഭയങ്കര ഒരു എക്സ്ഫോളിയേഷൻ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ചെയ്യരുത്, എക്സ്ഫോളിയേറ്റ് ചെയ്യരുത്. ആഴ്ചയിൽ ഒരു തവണ എക്സ്ഫോളിയേറ്റ് ചെയ്യുക. ജസ്റ്റ് കടലപ്പൊടി അങ്ങനെ എന്തെങ്കിലും വെച്ച് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ബാത്ത് പൗഡർ വെച്ച് വാഷ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം. കാരണം സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവും. മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ ഈ ഭാഗം കുറച്ചൊരു എന്താ പറയുക ഉദിച്ച് നിൽക്കണമാതിരി തോന്നില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതാണ് മോയ്സ്ചറൈസ് ചെയ്യാത്ത, നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ചെയ്തത്, ഈ ഭാഗത്ത് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.